ഇപ്പോൾ കുടുംബസംഗമങ്ങളുടെ കാലമാണല്ലോ. ഒരു കുടുംബത്തിൽ ഒരു കുടുംബസംഗമം നടക്കുകയാണ്. അതിലൊരുപാട് പരിപാടികൾ അവർ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിലൊരു നാടകമുണ്ട്. അങ്ങനെ ഈ നാടകം അവർ ഭംഗിയായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുടുംബസംഗമത്തിൻ്റെ ദിവസം നാടകം അരങ്ങേറുകയാണ്. ആ നാടകത്തിൽ കുടുംബനാഥന് കിട്ടിയ റോൾ എന്ന് പറയുന്നത് ഒരു യാചകൻ്റേതാണ്. അങ്ങനെ ആ നാടകം ഭംഗിയായിട്ട് അവർ അവതരിപ്പിക്കുന്നു. കുടുംബനാഥൻ യാചകൻ്റെ റോളിൽ നല്ലോണം തിളങ്ങുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് അഭിനന്ദനങ്ങൾ കിട്ടുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പരിപാടി കഴിഞ്ഞിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങുകയാണ്. ആ സമയത്ത് ഫ്രണ്ട്സ് ഇയാളോട് തമാശയായിട്ട് പറയാണ്, ഈ വേഷത്തിൽ നല്ല ഉഷാറായിട്ടുണ്ട്, നമുക്ക് ഈ വേഷം തന്നെ അങ്ങോട്ട് തുടർന്നാലോ എന്ന്. അങ്ങനെ ഇദ്ദേഹം എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ആ സമയത്ത് ഈ വേഷം അഴിച്ചേക്കാതെ ഈ ബഗറിൻ്റെ വേഷത്തിൽ തന്നെ അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ്. ആ സമയത്ത് ഭാര്യ അദ്ദേഹത്തിനോട് പറയുന്നുണ്ട്, എന്താ മനുഷ്യ ഈ കോലത്തിലാണ് അവിടെ ഇരിക്കുന്നത്, ഒന്നത് മാറ്റി വെച്ചൂടെ. ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഈ ജീവിതത്തിൽ ഒരുപാട് റോളുകൾ അഭിനയിച്ചിട്ടുണ്ട്. ഭർത്താവായിട്ടും മകനായിട്ട് അച്ഛനായിട്ട് അതേപോലെ ജോലി സ്ഥലത്ത് ഇങ്ങനെ ഒരുപാട് റോളുകൾ ഞാൻ അഭിനയിച്ച് തീർത്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശംസ കിട്ടിയത് ഈ റോളിലാണ്. അതുകൊണ്ട് എനിക്കിത് അഴിച്ചു വെക്കാൻ തോന്നുന്നില്ല. ഇതുപോലെയാണ് നമ്മളെല്ലാവരും. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് റോളുകളുണ്ട് അല്ലേ. അത് നിമിഷ നേരങ്ങൾ കൊണ്ട് മാറേണ്ടി വരും. ഭാര്യയായിട്ട്, അമ്മയായിട്ട്, മകളായിട്ട്, അതേപോലെ ജോലി ഉണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെ റോളുകൾ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടി വരും. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒന്നിൽ നമ്മളെ കംഫർട്ടായിരിക്കും. ഭാര്യ എന്ന നിലയിലോ അല്ലെങ്കിൽ നമ്മുടെ ജോലിയിലൊക്കെ കംഫർട്ടായി കഴിഞ്ഞാൽ അതിൽ മാത്രം അങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ബാലൻസ് തെറ്റിപ്പോകും. നമ്മൾ ഒരുപാട് പ്രോഗ്രാമുകൾ കേൾക്കാറുണ്ട്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നൊക്കെ. യഥാർത്ഥത്തിൽ നമ്മൾ പേഴ്സണാലിറ്റി ആണോ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, ഇൻഡിവിജ്വാലിറ്റി അല്ല. പേഴ്സണാലിറ്റി മാത്രം ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ നല്ലൊരു പേരൻ്റ് ആവാനുള്ള കോച്ചിങ്, അല്ലെങ്കിൽ കരിയറിൽ വിജയിക്കാനുള്ള കോച്ചിങ്, ഇങ്ങനെയുള്ള ഓരോ സംഭവം, ഓരോ പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്യാനുള്ള സംഭവമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ പാരൻറ്റിങ് മെച്ചമായി കഴിയുമ്പോൾ നമുക്ക് എന്താ ജോലി കയ്യിൽ നിന്ന് പോകും. അല്ലെങ്കിൽ ജോലി കിട്ടുമ്പോൾ നമ്മൾ ഭാര്യ എന്ന നിലയിൽ അല്ലെങ്കിൽ നമ്മൾ മകളെന്ന നിലയിൽ നമുക്ക് തിളങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇതിനൊക്കെ ബാലൻസ് ചെയ്യാനുള്ള ഇതെന്താ ചെയ്യേണ്ടത്? നമ്മളെല്ലാവരും മനുഷ്യനാണല്ലേ. ഈ മനുഷ്യൻ എന്ന നിലയിലുള്ള നമ്മുടെ കഴിവ്, ഇൻഡിവിജ്വാലിറ്റി, അത് മെച്ചപ്പെടുത്തിയാൽ, അത് നർച്ചർ ചെയ്താൽ നമുക്ക് എല്ലാ മേഖലയിലും തിളങ്ങാൻ പറ്റും. എല്ലാ റോളും നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. താങ്ക് യു.